കുളിക്കാറുണ്ടോ? എന്റെ ബാക്ക് ക്യാമറ അടിച്ചു. ഇതാണ് ഞാൻ ഈ ഫ്രണ്ട് വെച്ച് കാണിക്കുന്നത്. എന്റെ ബാക്ക് ക്യാമറ വർക്കിംഗ് അല്ല. പോയി കയ്യിൽ നിന്ന് പോയി പൊക്കി പിടിക്കാവും മിസ്റ്റർ. അപ്പം പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടതിനടിയിൽ എനിക്ക് ഒരാൾ വന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്കോ ആണ്, മൈക്ക് വാങ്ങിക്കണം എന്നുള്ളത്. നമ്മൾ അധികം താമസിക്കാതെ മൈക്ക് ഒക്കെ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതുവരെ നിങ്ങൾ എക്കോ ഒന്ന് ക്ഷമിച്ചു വിടുക. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് സംഭവം നമ്മൾ വീണ്ടും എഗെയിൻ സൺഡേ ആണ്, നമുക്ക് ഇന്ന് ഔട്ടിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയതാണ്. കുറേ നേരമായി വിശന്ന് പട്ടി കോലത്തിൽ നടക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഏകദേശം 9 മണിയായപ്പോൾ ഇറങ്ങിയ, രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല. എൻ്റെ കൂട്ടത്തിൽ നെൽബി കുര്യേക്കസ്, പിന്നെ നമ്മുടെ എഗെയിൻ ശീതൽമറയുണ്ട്. ഭയങ്കര വെട്ടത്തിരിക്കുന്നുണ്ട്, നല്ലപോലെ കാണാം. ശീതൽമരത്തിന് സുന്ദരിയായിട്ട് കാണണം എന്നുള്ളത് കൊണ്ട് മുടിയൊക്കെ അയച്ചിട്ടിട്ട് രസമില്ലേ? സൂപ്പറാ ഈ സൂപ്പറാണ്. അപ്പൊ നമ്മള് ഇവിടെ നമ്മുടെ അടുത്ത് സിറ്റീസ് കഫേ എന്ന് പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ. നമ്മളവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മള് വേറെ ഒരു 2-3 കടയിൽ പോയി. അങ്ങനെ വേണ്ട ഓർഡർ ആക്കിയ സാധനം വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഓർഡർ ആക്കിയ സാധനം. ഇത് എന്തുവാണ്? പനീറിന്റെ എന്തോ പനീർ ടിക്ക പിസയും. പിന്നെ ഇതിന് എന്താണ്? ഓക്കെ, അതാണ്. പിന്നെന്താ, നമ്മളൊരിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. സ്ട്രോബെറി അല്ല, പുള്ളിക്കാരൻ സൗണ്ട് ഉണ്ടാക്കിയത്. സ്ട്രോബെറിയുടെ മിൽക്ക് ഷേക്ക് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. വിശന്ന് കണ്ണ് കാണുന്നില്ലെന്ന് പറഞ്ഞ ഇവിടെ 2 മുട്ടായി, 2 ചോക്ലേറ്റ്, വലിയ ചോക്ലേറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വിശന്ന കണ്ണ് കാണാത്തൊരു സാധനമാണ്. എന്റെ സീരിയസ് ആണ്, എനിക്ക് ഭയങ്കര കാര്യമാണ്. അപ്പൊ ഇനി എന്റെ ജ്യൂസ് നോക്കിയിരിക്കും ഞാൻ. ഒറിഗാനൊക്കെ കൊടുക്കും. ഇങ്ങനെ എനിക്ക് നാണോമാനൊന്നുമില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് ശീതൽമറിയത്തിന്റെ തലമണ്ട അടിച്ചു കൊടുത്താലും നാളെ അടുത്ത് എനിക്ക് തിരിച്ചടിക്കും. എന്റെ ഷെയ്ക്കാണ് അവിടെ അടിച്ചോണ്ടിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ നിങ്ങൾ? ശീതൽമറിയത്തിന്റെ പീസൊക്കെ പീസ് അടിച്ച് മാറ്റി. പക്ഷേ ഇതെങ്ങനെയാണ്? എനിക്ക് നല്ല ഉപ്പ് ഫീൽ ചെയ്യുന്നു. ഒറിഗാനോടെ തോന്നുന്നു. ഫോട്ടോണോ? ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? എന്റെ ലിപ്സ്റ്റിക്ക് മൊത്തം ഞാൻ തിന്നു. ശരിക്കും വേറൊരു സാധനമാണ്. ഇതാണ് കോൾഡ് കോഫി. ഇത് പിന്നെ ഓറിയോന്റെ ഉണ്ടോ മിൽക്ക് ഷേക്ക് ആണ്. ചേട്ടൻ എന്റെ എന്നാണോ അടിച്ചോണ്ട് വരുന്നത് എനിക്കറിയാൻ പാടില്ല. ഇത് നല്ല പനീറിന്റെ സാധനമാണ്. അവിടെ സോസ് ഒക്കെ ഒഴിച്ചിട്ട് തന്നെ ടൊമാറ്റോ കെച്ചപ്പ് മൊത്തം. നമ്മുടെ സാധനം വരുന്നത്. താങ്ക് യു. നമ്മുടെ സ്ട്രോബെറി ഷേക്ക്. എന്താന്ന് മിൽക്ക് ഷേക്കോ? എന്റെ അമ്മച്ചി എന്റെ തൊണ്ടയെല്ലാം തണുത്തിട്ട് സൂപ്പർ. തൊണ്ടയെല്ലാം തണുത്തിട്ട് ഇതെന്തായിരുന്നു? ഓറിയോന്റെ മിൽക്ക് ഷേക്ക്. ഓറിയോ ഇട്ട് അടിച്ചോണ്ട് ഓറിയോന്റെ ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് ചെറുതായിട്ട്. ഐസ് കോഫി, കോൾഡ് കോഫി. അയ്യോ, ഇത് കഴിക്കുന്ന എനിക്ക് ബ്രൂ ഇഷ്ടല്ല. ഞാൻ വിചാരിച്ചില്ല ഇത്രയും കഴിപ്പ് കാണുമെന്ന്. നമ്മൾ ആ കടുപ്പ് എടുക്കുന്നില്ല. ഓ എല്ലാം പോയി. എനിക്ക് ബ്രൂ ഇഷ്ടമില്ലാത്തോണ്ട് അതിനൊരു കയ്പ്പ്.
ശീതമരത്തിനൊക്കെ ബ്രൂ ഒക്കെ ഇട്ടം കലക്കി കുടിക്കില്ല. എനിക്ക് ബ്രൂ അത്രയും കടുപ്പത്തിൽ ഇച്ചിരി ഞാൻ കുടിക്കും. കോൾഡ് കോഫി ഞാൻ അങ്ങനെ കുടിച്ചിട്ട് ടേസ്റ്റ് ചെയ്യും. പക്ഷെ ഇത് എനിക്ക് പെട്ടെന്ന് ഞാൻ എന്റെ കളർ കണ്ടപ്പോൾ അത്രയും കടുപ്പം ഞാൻ വിചാരിച്ചില്ല, എക്സ്പെക്ട് ചെയ്തില്ല. മൊത്തത്തിൽ വായം കോൾഡ് കോഫി സൂപ്പറാ കഴിച്ചു. ഇരുട്ടത്താ കോൾഡ് കോഫി സൂപ്പറാണ്. സൂപ്പറാ, നീ സൂപ്പറാണ്. ഞാൻ എന്താ ലാസ്റ്റ് ദിവസം ഇവിടെ എടുത്തു. ആ എനിക്കാ ഇത് ചെയ്യണോ? സൂപ്പറാടാ ഇത്. ഞാൻ എവിടെ ചെന്നാലും സ്ട്രോബെറിയുടെ ആളാ. സ്ട്രോബെറി 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 കഴിച്ചിട്ട് എടുത്തോളാം. എനിക്ക് ഈ ചോക്ലേറ്റ് സാധനത്തിനെക്കാട്ടി ഇഷ്ടം ചോക്ലേറ്റ് നമ്മൾ അല്ലാണ്ട് കഴിക്കില്ലേ, ലാസ്റ്റ് ബൈറ്റ്. വന്നപ്പോ ഞാൻ എങ്ങനെ ലിപ്സ്റ്റിക് കിട്ടിയെന്നറിയോ? ഇപ്പൊ ക്യാമറ തിരിയാത്ത എന്തുകൊണ്ടെന്ന് ഞാൻ ലിപ്സ്റ്റിക് ഇട് ചുണ്ടിലെല്ലാം ലിപ്സ്റ്റിക് വേണം. നമുക്ക് ലിപ്സ്റ്റിക് ഭയങ്കര പിന്നെ ഏതാണ് ചോദിച്ചത്? ലിപ്സ്റ്റിക് ഇതാണ് നമ്മൾ ലിപ്സ്റ്റിക് പിടിച്ച ക്യാപ്പ് സീനിയർ വിത്ത് സീറോ ഈഗോ എന്ന് വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞൊന്നുമില്ല കേട്ടോ, ഞാൻ തന്നെ. സോറി, ഞാൻ വരുന്നില്ല ഗൈസ്. അതെ, എനിക്ക് വശമില്ല. ഞാൻ ഈ ഒറ്റ കയ്യിൽ നിക്ക്. ഭർത്താവ് അതൊക്കെ കിട്ടുമല്ലോ. തിന്നു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്കിന്റെ ചടങ്ങ് ഉള്ളതാണ്. ഞാൻ പിടിച്ചു. ഇതേതാ? അങ്ങനെ ഒന്നും പറഞ്ഞു തരാൻ താല്പര്യമില്ല. എന്റെ ഫോളോവേഴ്സിനോട് സബ്സ്ക്രൈബേഴ്സിനോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് കേട്ടോ. ഗൈസ് ഇത് എന്റെ സ്വന്തം ഷെയ്ഡാണ്. ഞാൻ തന്നെ പിന്നെ കമ്പനി സ്വന്തമായിട്ടുണ്ടെന്നാണ് വിചാരം. എന്ത് കഷ്ടമാണ് നോക്കണേ. സ്വന്തമായിട്ട് ഒരു ലിപ്സ്റ്റിക് ഉണ്ട് അതിന്റെ. എന്റെ പഠനമാണോ? ഇല്ല. പിന്നെ നീ എന്തിനാ എന്റെ അങ്ങനെ ആയിരിക്കും. രണ്ട് ഇതുണ്ട് മണ്ണിക്കരണം. പക്ഷെ അതാരും കാണുന്നില്ല. അതാണ് എന്റെ സങ്കടം. ഞാൻ ഇവിടെ ഒരെണ്ണം ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സുഖം. ഗൈസ് ഇത് പറഞ്ഞത് താല്പര്യമില്ല. ബൈ. ഈ കൊച്ചിനെ വിശ്വസിക്കല്ലേ ഗൈസ്, നിങ്ങൾ ശീതമരത്തിനെ വിശ്വസിക്കും. നിങ്ങൾ കുച്ചിപ്പുടിയുടെ പുറകെ പോയപ്പോ ഞാൻ ഇതിന്റെ പുറകെ പോയി. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾക്കൊരു ചോക്ലേറ്റ് ഒരു ഇരുന്നേരം ഉള്ളവർക്ക് സൂപ്പറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഞാൻ എപ്പോഴും നോക്കിയിട്ട് അടിച്ചു മാറ്റി പറഞ്ഞായിരുന്നു ഗൈസ്. അങ്ങനെ വേണ്ട, നമ്മുടെ പേടൊക്കെ നിറഞ്ഞിട്ട് ഫുള്ളായിട്ടുണ്ട്. ഇനി നമ്മള് വേറൊരു സാധനം വാങ്ങിക്കാനുണ്ട്. അപ്പൊ അത് വാങ്ങിക്കണം. ചിക്കൻ്റെ എന്തോ ആയിട്ടാണ്. ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ കണ്ടതാണ്. ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ്. നമ്മൾ വേണ്ടേ ഈ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷെ ഈ ശീതളമാരെ ഒന്നും സമ്മതിക്കുന്നില്ല, എന്നെ പിടിച്ചോണ്ട് പോവാ. പക്ഷെ എനിക്ക് ട്രൈ ആക്കണമെന്നുണ്ടായിരുന്നു. ബാത്റൂമിൽ നിന്ന് പണി കിട്ടിയാലോ എന്ന് വെച്ചിട്ട് എന്നെ പിടിച്ചിട്ട് പോന്ന ഗൈസ്. എന്റെ ഫോൺ ചെറുതായിട്ടൊന്ന് അടിച്ചു പോയായിരുന്നു. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് ഫുള്ള് എന്താ പറയണേ, ഇൻസ്റ്റഗ്രാമില് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു ഗൈസ്. പറഞ്ഞു കൊടുക്കുക ശീതൾമറിയാം എന്താ സംഭവിച്ചതെന്ന്. ഗൈസ് ഇവരുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കണ്ടു. അവരുടെ കൂടെ ഫോട്ടോ ഇവിടെ എടുത്തു. ഞങ്ങൾക്ക് പോയി. എന്നെ കണ്ട് ഗൈസ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പാഴ്സലല്ലേ? പാഴ്സൽ. യെസ്. ഇപ്പൊ നമ്മൾ വേറൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഗോബി മഞ്ചൂരി. നമ്മള് പാഴ്സൽ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാണ്. എനിക്കറിയത്തില്ല വോയിസ് കേൾക്കുന്നുണ്ടോ. ഇവിടെ ഭയങ്കര അലപ്പാണ് ഗൈസ്. ബിക്കോസ് ഇത് ഫുള്ള് നല്ല തിക്കായിട്ടുള്ള കുറെ കടകളുള്ള സ്ഥലമാണ്. നമ്മുടെ സാധനം കിട്ടുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് കിട്ടിയാ നമുക്ക് ഓട്ടോറിക്ഷ ഇരുന്ന് കഴിക്കണത്. അവിടെ ചെന്ന് കഥ കഴിക്കുന്നത് ചൂടോടെ കഴിച്ചില്ലെങ്കിൽ മമ്മി വഴക്ക് വരും.
എനിക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഡിമാർട്ട് വരെ പോണം. ഇത് തന്നെ പരിപാടി, വേറൊരു പരിപാടിയില്ല. സൺഡേ ഇതൊക്കെ തന്നെ, ചുമ്മാ ഇങ്ങനെ വരിക, സാധനം വാങ്ങിക്കുക, ഡിമാർട്ടിൽ പോവുക, അങ്ങനെയൊക്കെ നടക്കുക. ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ കുറേ കടകളുണ്ട് കേട്ടോ. അപ്പൊ ഇഷ്ടം എന്താ പറയുന്നത്, എല്ലാത്തിന്റെ കടയുണ്ട്. ഇതേപോലെ കുറേ ചെരുപ്പിന്റെ കടകളുണ്ട്. പിന്നെന്താ പറയുന്നത്, ഗ്രോസറി ഐറ്റംസ് എല്ലാം ഉണ്ട്, എല്ലാം പൂജ ഐറ്റംസ്. പിന്നെ വേണ്ടേ ഇതേപോലത്തെ ഇങ്ങനെ വലിയ സാധനങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. നമ്മളിപ്പം വണ്ടി വന്നുകൊണ്ട് കയറിയതാണ്. ഇതൊരു കുഞ്ഞു സൈഡാണ് കേട്ടോ, കുഞ്ഞ് ഇടവഴിയാ. അപ്പം ഇവിടെ എല്ലാം നമുക്ക് കിട്ടും. ഇതേപോലെ കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ റോഡിൽ തന്നെയാണ്, അകത്തോട്ട് കുറേ കടകള്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇപ്പൊ നമ്മള് എന്തോ ഹെയർ കോംബോ വാങ്ങിക്കാൻ വേണ്ടി പോവാ. കുറെ ഉണ്ട് കാൽത്തീറ്റയുടെ ഒക്കെ കട. എന്തൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ചെരുപ്പിന്റെ. നോക്ക്, ഹായ് ചെരുപ്പിൽ നോക്കി താഴെ നോക്കി നടന്നില്ലെങ്കിൽ അവിടെ കിടക്കും ശീതൽ മറിയം. ഞാൻ പറഞ്ഞില്ല, കേട്ടില്ലെന്ന് പറയില്ല. ഒരു ചീപ്പ് വാങ്ങിക്കാൻ പുറത്ത് മര്യാദയ്ക്ക് ഒരു കടയിൽ പോയാൽ പോലെ. ഇതാണ് അകത്തോട്ടുള്ള. ഇല്ല ശീതൽമാരൻ തെന്നി വീഴാൻ വേണ്ടി പോയി. തെന്നി ജസ്റ്റ് മിസ്സിന് ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പൊ നടുവും തല്ലി വീണേനെ. ഇപ്പൊ ആംബുലൻസ് വിളിക്കേണ്ടി വന്നേനെ. ഇത് ഏത് ഇടാമൂടൊക്കെയാണ് കർത്താവി പോകുന്നത്. ബട്ട് ഇത് ഉള്ള വെയിലല്ല. പോകും ഇത് ഏതോ കൂടിയ ഭ്രാന്ത, മുതുഭ്രാന്ത്. നമ്മൾ ഇങ്ങോട്ട് ഇതെന്താ കൂടിയ ഭ്രാന്താന്ന്. നടന്ന് വെയിലടിച്ചിട്ട് മനുഷ്യൻ ഇപ്പൊ തന്നെ തളർന്ന്. ചെരുപ്പിന്റെ സെക്ഷൻ കണ്ടാ, ഇതിങ്ങനെ തൂക്കിയിടും. ഇഷ്ടംപോലെ കടകളുണ്ട്. അയ്യോ ശീതൽ മറിയാം, ഇതേത് വഴിയാ പോകുന്നത്? ദിസ് ഈസ് നോട്ട് ഫോർ മീ. ഞാൻ ബ്രൂവിന്റെ ആളല്ല, അറിയാം. നോട്ട് ഫോർ മീ. ഓക്കെ കമോൺ ഗൈസ്, നമ്മളെ കച്ചറ പിള്ളേർ തൊട്ട് കയ്യിലൊക്കെ പിടിച്ചിട്ട് പോകാം. നശിപ്പിക്കാനായിട്ട് ഡാലോ ഡാലോ നന്നായി ഹിന്ദി അറിയാം. ഡാലിക്കോളാം. അതാണ്, ഞാൻ അവിടെ ചെന്നാലും ഭയങ്കര ഹിന്ദിയാണ്. എക്സ്ക്യൂസ് മീ, അത് ഞാനാ പറയുന്നത്. പിന്നെ हिंदी हमारा हिंदी हमारा ദേശീയ ഭാഷ है. ദേശീയ ഭാഷ है. പക്ഷെ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞിന് പോലും അത് കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല. ഈ ശീതൽമരത്തിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കാം. സൂപ്പറാ. വെയിലത്തൊക്കെ ഇങ്ങനെ അയ്യോ ഉണങ്ങി കുത്തി. എന്റെ പൊന്നോ, ശീതൽമരം ഇവിടോട്ട് പോവാണ്. നമ്മളെവിടെ കിട കീഴാൻ നിൽപ്പുണ്ട്. അയ്യോ ചൂടിച്ച് തലയൊക്കെ കണ്ണ് വെളുവില്ലാണ്ടാവുന്നു. എന്ന് പറഞ്ഞോ എന്നാ വെയിലാണേ. ഉറക്കമൊക്കെ വരുന്നത്. ഡിമാർട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓട്ടോ കയറി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു നട്ടപ്രാന്ത്. ഇത് ഇത്ര പോലെ ഒരു കൊട പോലും ഇല്ലാതെ നടക്കുന്നേ. രസമുണ്ടല്ലേ ആകാശം കാണാൻ. സോ ബ്യൂട്ടിഫുൾ. ഡിമാർട്ടി കൈ എന്താ 5 പൈസ ഇല്ലാതാണ് ഡിമാർട്ടി ചെന്ന് കയറാൻ പോകുന്നത്. എന്തായാലും എടുക്കും. നമ്മളങ്ങനെ ഡിമാർട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. കുറെ തുണിയുടെ സെക്ഷനിലാണ്. ഇതേപോലെ കുറെ തുണികൾ ഇതേപോലെ. പക്ഷെ ഞാനൊന്നും നോക്കുന്നില്ല. നോക്കി ശരിയാത്തില്ല. നമുക്ക് വീട്ടിൽ പോകണ്ടേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ശീതൽമരത്തിന്റെ പുറകിന് ഇങ്ങനെ നടക്കുക. ഒരു പണിയില്ല. നല്ല നല്ല സാധനങ്ങളുണ്ട് ഗൈസ്. ഗൈസ് എന്റെ ബാക്ക് ക്യാമറ അടിച്ചു. ഇതാണ് ഞാൻ ഈ ഫ്രണ്ട് വെച്ച് കാണിക്കുന്നത്. എന്റെ ബാക്ക് ക്യാമറ വർക്കിംഗ് അല്ല. തൈര് ഞാൻ തൈര് ഉണ്ടാക്കി കിട്ടി.
നല്ല കാര്യം. Don't show ഞാൻ me. ബുദ്ധിയുള്ള കുട്ടിയാണ് ഞാൻ വീട്ടിൽ ടയറൊക്കെ ഉണ്ടാക്കി, ബാക്സിലർ ഹോർഡൊക്കെ ഉണ്ടാക്കി. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ അടുക്കി എടി, വെച്ചിട്ട്. ഞാൻ പറയട്ടെ, ഇത് ഫ്രോസൺ ചെയ്തതിലെ വിഷയം ഉണ്ടാവും. അങ്ങനെ നമ്മൾ റൂമിൽ വന്നു. ശീതളമരത്തിന്റെ റൂമിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഔട്ടിങ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നമ്മൾ ചുമ്മാത്തൊക്കെ പെറുക്കി ഉള്ള വെയിലും അടിച്ച് ചത്ത് ചതഞ്ഞ് വന്നിരിപ്പുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇനി അറ്റൻഡൻസ് കൂടെ ഉണ്ട്. അറ്റൻഡൻസ് കഴിഞ്ഞ് ഫ്രഷ് ആവും. അത് കുളിക്കാറുണ്ടോ അതിന്? ദിവസം 2 നേരം കുളിക്കാറുണ്ട്. 2 ദിവസം അല്ല, ഒരു ദിവസത്തിൽ 2 നേരം കുളിക്കാം. മൊത്തം പോയി കയ്യിൽ നിന്ന് പോയി ഗൈസ്. എനിക്ക് ഇത് പിടിച്ചേ, ഇതിങ്ങനെ പിടിച്ചാണ് ഇവിടെ പിടിച്ചേ. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചത്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇല്ല, ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങളെ കാണിച്ചു. ഇതിൻ്റെ ഒരു എല്ലാം പോയി ഗൈസ്. കുറേ ദിവസം ഗൈസ്, അങ്ങനെ ഇന്നത്തെ ഔട്ടിംഗ് എല്ലാം നമ്മൾ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ ഹോസ്റ്റലിലേക്ക് എത്തിയിരിക്കുന്നു. പുറകിൽ പട്ടി ഷോ മൊത്തം ടാൻ അടിച്ചിരിക്കുമോ ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു ഹർ യൂട്യൂബ് ചാനൽ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പം അത്രയുള്ളത് പൊക്കി പിടിക്കാവും മിസ്റ്റർ. ബൈ ഗൈസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കണോടൊന്ന് ഇതാക്കി വിട്ടു. അടിച്ചു പൊട്ടിക്കണമെന്നാണ് കുട്ടി. അത് വേണ്ട, അടിച്ചു പൊട്ടിക്കട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.